ഹൈപ്പർ ടെൻഷൻ അഥവാ രക്തസമ്മർദ്ദം തീർച്ചയായും നിശബ്ദനായ ഒരു കൊലയാളി തന്നെയാണ്. പക്ഷാഘാതം അഥവാ സ്ട്രോക്ക്, ഹൃദയാഘാതം അഥവാ ഹാർട്ട് അറ്റാക്ക്, വിഷൻ പ്രോബ്ലംസ്, കിഡ്നി ഫെയിലിയർ, മറവി രോഗം മുതലായവ ഉണ്ടാക്കുന്നതിൽ ഒരു പ്രധാന പങ്കു തന്നെ ഹൈപ്പർ ടെൻഷൻ വഹിക്കുന്നുണ്ട്. രക്തസമ്മർദ്ദം ഉള്ള 50% ആളുകൾക്കും തങ്ങൾ ഹൈപ്പർ ടെൻസീവ് ആണെന്നുള്ള തിരിച്ചറിവില്ല. തിരിച്ചറിയുന്ന 50% ആളുകളും ചികിത്സിക്കുന്നില്ല. ചികിത്സിക്കുന്ന 50% ആളുകളും തങ്ങൾ അത് കൃത്യമായി നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നുമില്ല എന്നാണ് കണക്ക്. ഈ കാര്യം കൊണ്ട് തന്നെ രക്തസമ്മർദ്ദത്തെക്കുറിച്ച് നമ്മളെ ബോധവാന്മാരാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് എല്ലാ വർഷവും മെയ് 17-ാം തീയതി വേൾഡ് ഹൈപ്പർ ടെൻഷൻ ദിനം ആയി ആചരിക്കപ്പെടുന്നത്. ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് മെഷർ യുവർ ബ്ലഡ് പ്രഷർ അക്യുറേറ്റ്ലി, കൺട്രോൾ ഇറ്റ്, ലിവ് ലോങ്ങർ, കൺട്രോൾ യുവർ ഫ്യൂച്ചർ എന്നുള്ളതാണ്. നിങ്ങളുടെ പ്രഷർ കൃത്യമായി അളക്കുക, കൃത്യമായി നിയന്ത്രണത്തിൽ കൊണ്ടുവരിക, അങ്ങനെ ദീർഘകാലം ജീവനോടെ ഇരിക്കാൻ പ്രാപ്തരാവുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഭക്ഷണത്തിൽ ഉപ്പിൻ്റെ അംശം മാക്സിമം കുറയ്ക്കാൻ ശ്രദ്ധിക്കുക. ദിവസം ഒരു 20 മിനിറ്റെങ്കിലും എയറോബിക് എക്സസൈസുകൾ ശീലിക്കാൻ ശ്രദ്ധിക്കുക. ബ്രിസ്ക് വാക്കിംഗ്, സൈക്ലിംഗ്, സ്വിമ്മിംഗ് ഇവയെല്ലാം വളരെ നല്ലതാണ്. ഭക്ഷണത്തിൽ പഴങ്ങളുടെയും പച്ചക്കറികളുടെയും ഉപയോഗം ധാരാളം ശീലിക്കുക. പുകവലി, മദ്യപാനം മുതലായ ശീലങ്ങൾ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. മാനസിക പിരിമുറുക്കങ്ങൾ ഒഴിവാക്കുക. ഈ വക ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ രക്തസമ്മർദ്ദം നമ്മുടെ വരുതിയിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നതാണ്. അങ്ങനെ ജീവിതം ആരോഗ്യപൂർണ്ണമാവുകയും ചെയ്യും.